ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പട്ടിക അതിൽ പുതുമുഖങ്ങളുണ്ട്. ആ പുതുമുഖങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ ആരാണ് എന്ന് ആദ്യഘട്ടത്തിൽ നമുക്ക് തോന്നാം. നമുക്കറിയില്ല എങ്കിലും അതത് മണ്ഡലങ്ങൾക്ക് അറിയുന്നവരാണ് എന്നാണ് ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ധർമ്മടത്ത് അബ്ദുൾ റഷീദിനെ നിർത്തിയിരിക്കുന്നു, മുഖ്യമന്ത്രിക്കെതിരായ സ്ഥാനാർത്ഥി. പക്ഷേ അബ്ദുൾ റഷീദിനെ യഥാർത്ഥത്തിൽ തളിപ്പറമ്പിൽ നിർത്തുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണം ചെയ്തേനെ എന്നുള്ളതാണ്. കാരണം തളിപ്പറമ്പിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് 2000 വോട്ടിൻ്റെ എഡ്ജുണ്ട്. തളിപ്പറമ്പിലെ ചില മേഖലകൾ ലീഗിന് സ്വാധീനമുള്ള മേഖലകളാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? ടി.കെ. ഗോവിന്ദനെ പിന്തുണയ്ക്കാം എന്നുള്ളതാണ്. ആ ആ തീരുമാനം ഒരു തെറ്റായ തീരുമാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CPM-ൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഇന്നലെ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളെല്ലാം CPM-നെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരാൾ പുറത്തിറങ്ങി മത്സരിക്കാൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്കത് ആളില്ല, നമുക്ക് എന്നാൽ പിന്തുണച്ചേക്കാം എന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിൽ കോൺഗ്രസിനകത്തും എതിർപ്പുയർന്നുണ്ട്. പലയിടത്തും പ്രവർത്തകർ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതപ്പോൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു നേട്ടമുണ്ടാക്കാവുന്ന സ്ഥലത്തും അത് ചെയ്യാതെ ഒരാൾ പുറത്തേക്കിറന്ന് നോക്കി നിൽക്കുകയാണോ എന്ന മട്ടിൽ ഇപ്പോൾ അമ്പലപ്പുഴയിലെ വിഷയം വേറെയാണ്. അവിടെ സുധാകരൻ എന്നുള്ളത് അങ്ങനെ തലയെടുപ്പുള്ള ഒരു നേതാവാണ്. സുധാകരനെ സംബന്ധിച്ച് അവിടുത്തെ സുധാകരൻ എത്രത്തോളം പ്രധാനപ്പെട്ട CPM-ലെ നേതാവാണെന്ന് നമുക്കറിയാം. BS കഴിഞ്ഞാലുള്ള അടുത്ത നേതാവ് എന്ന രൂപത്തിൽ ആലപ്പുഴയിൽ അത്രയും ശക്തനായ നേതാവാണ്. അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു തരത്തിൽ നേട്ടമാകുമെന്ന് കരുതാം. അപ്പോഴും ലിജു എവിടെയെന്ന് ചോദ്യമുണ്ട്. ലിജുവിന് ഒരു മണ്ഡലമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുന്നു. അങ്ങനെ ഒരു കാര്യം. അടുത്തത് പേരാവൂർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ്. പേരാവൂർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിച്ച MLA ആണ്. അപ്പോൾ 4ാമത്തെ മത്സരത്തിന് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, സഭയുടെ പിന്തുണ എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ്? അവിടെ വന്നിരിക്കുന്ന പോസ്റ്ററുകൾ, അവിടെ സുധാകരൻ്റെ അനുയായികൾ എന്ന പേരിൽ കുറച്ചാളുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ആ അനുയായികൾ എന്ന് പറഞ്ഞത് എത്ര എണ്ണമുണ്ട് എന്ന് യഥാർത്ഥത്തിൽ പാർട്ടി പരിശോധിക്കേണ്ടതാണ്. സുധാകരൻ യഥാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഇങ്ങനെ ഒരാൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പാർട്ടി തീരുമാനിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സുധാകരൻ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്.